പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സോഫ്റ്റ് വുഡ്. തന്നിരിക്കുന്നതിൽ സോഫ്റ്റ് വുഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. പൈന്, ബിർച്ച്, റെഡ് വുഡ്, സെഡാർ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നോട്ട് എന്ന് ഒരു ഓപ്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുക, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഒരു ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് സോഫ്റ്റ് വുഡ്സിൻ്റെ കുറച്ച് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അതായത് പൈൻ ഉണ്ട്, ബിർച്ച് ഉണ്ട്, റെഡ് വുഡ് ഉണ്ട്, സെഡാർ ഉണ്ട്. തന്നിരിക്കുന്നതിൽ നമ്മൾ സോഫ്റ്റ് വുഡും ഹാർഡ് വുഡും അതിൻ്റെ ക്യാരക്ടേഴ്സും അതിൻ്റെ ഉദാഹരണങ്ങളും കോമൺ ഇന്ത്യൻ ടിമ്പേഴ്സും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമ്മൾ ആ പൈന്, ബിർച്ച് എന്നൊക്കെ പഠിച്ചു പോകുമ്പോൾ അതിൽ പെടാത്ത ഒരാളാണ് ആര്, നമ്മുടെ ബിർച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? അത് ഹാർഡ് വുഡിൻ്റെ ഒരു കേസിലാണ് വരിക. ഇനി ബിർച്ച് ഒരു ഹാർഡ് വുഡാണ്. അതിൻ്റെ കളറ് ഒരു ലൈറ്റ് കളറാണ്. ലൈറ്റ് കളറാണ്, നമ്മൾ അമേരിക്കയിൽ കാണുന്നതാണ്. അതിൽ കളറ് ലൈറ്റ് കളറാണെന്ന് പറയുമ്പോൾ നമുക്കത് സോഫ്റ്റ് വുഡാണെന്ന് തോന്നരുത്. അത് ഹാർഡ് വുഡിൻ്റെ കേസാണ് വരിക. അമേരിക്കയിൽ കാണുന്നതാണ്. അത്യാവശ്യം വർക്കിംഗ് ഒക്കെ ഈസിയാണ്, വർക്കിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ നോട്ട്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കി നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഹാർഡ് വുഡ്. കുറച്ച് ഹാർഡ് വുഡിൻ്റെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹാർഡ് വുഡിൽ പെടാത്ത, ആ ഗ്രൂപ്പിൽ പെടാത്ത ആളാരാന്നാ ഫിർ, വാൾനട്ട്, മാപ്പിൾ, ചെറി. സിമ്പിൾ ഓപ്ഷൻ പ്രകാരം ഫസ്റ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ടല്ലേ ഫിർ. നമ്മളെങ്ങനെ പഠിക്കണത്, സോഫ്റ്റ് വുഡ്, ഫിർ, പൈന്, അങ്ങനെ നമ്മൾ പഠിച്ചു പോവുക അല്ലേ. അപ്പോൾ ഫിറാണ് ആൻസർ. നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് ചെറിയൊരു ടേബിൾ നോക്കാം. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ എന്താണ് ഹാർഡ് വുഡ്, എന്താണ് സോഫ്റ്റ് വുഡ്, എന്താണ് എൻജിനീയർഡ് വുഡ്. എൻജിനീയർഡ് വുഡ് നിങ്ങൾ ചിത്രം കണ്ടോ? ഇത് ഏതിൻ്റെ ചിത്രമാണ് കൊടുക്കുന്നത്? നമ്മുടെ പ്ലൈവുഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരുന്നില്ലേ അല്ലേ. നിങ്ങൾക്ക് പ്ലൈസ് ഇങ്ങനെ കാണാൻ പറ്റില്ലേ ഇല്ലേ. അപ്പോൾ ഹാർഡ് വുഡ് നമുക്ക് നോക്കി നോക്കാം. എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിക്കുന്നത്. ഹാർഡ് വുഡ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിഡിയസ് ട്രീസ് ദാറ്റ് ഹാവ് ലീവ്സ് ആൻഡ് സീഡ്സ്. നല്ല ഡെസിഡിയസ് ആയിട്ടുള്ള ട്രീസ് നിന്നാണ് നമുക്ക് ഹാർഡ് വുഡ് കിട്ടുക. സോഫ്റ്റ് വുഡ് കോണിഫേഴ്സ്. ആ കോണിഫേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാവരുടെ ഷേപ്പൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരണം. ദാറ്റ് ഹാവ് നീഡിൽസ് ആൻഡ് കോൺസ്. ഇനി എൻജിനീയർഡ് വുഡായിട്ടുള്ള MDF, അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ പറഞ്ഞ പ്ലൈവുഡ്, ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടിമ്പർ ഉണ്ടല്ലോ, സോഫ്റ്റ് വുഡോ ഹാർഡ് വുഡോ ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പീസസ് ആക്കും, തിൻ ഷീറ്റ് ആക്കും. അതിനെന്ത് വിളിക്കും, വെനീർ എന്ന് വിളിക്കും. അപ്പോൾ റിയൽ ടിമ്പർ, വേസ്റ്റ് വുഡ് ഓർ എ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് റിയൽ ടിമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, തിൻ ഷീറ്റാക്കി മാറ്റാം. ഈ വേസ്റ്റ് വുഡിനെ തിൻ ഷീറ്റാക്കി മാറ്റാം. അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെനീർസാക്കി മാറ്റിയിട്ട് നമുക്ക് പ്ലൈവുഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വെനീർഡ് ബോർഡൊക്കെ ഉണ്ടാക്കാം. എക്സാമ്പിൾ ഹാഷ്, ബീച്ച്, ബിർച്ച്, ചെറി, ഓക്ക്, മാപ്പിൾ, വാൾനട്ട്. നമ്മൾ തേക്കൊക്കെ ഇതിൽ പഠിക്കും. കോമൺ ഇന്ത്യൻ ടിമ്പർ എന്തായാലും നമ്മൾ പഠിക്കണം. അടുത്ത സോഫ്റ്റ് വുഡിൽ ഏതാ വരിക, സെഡാർ, ഫിർ, പൈന്. നമ്മളിങ്ങനെ പഠിച്ചു പോകാം, ഫിർ, പൈന്, റെഡ് വുഡ്, അങ്ങനെയാണ് ഉദാഹരണം പഠിച്ചു പോകാൻ. ഇനി പ്ലൈവുഡ്, MDF ബോർഡ് കണ്ടിട്ടില്ലേ, ചിപ്പ് ബോർഡ് ആൻഡ് വെനീർഡ് ബോർഡൊക്കെ എൻജിനീയർഡ് വുഡാണ്. അത് രണ്ടിൻ്റെയും കോമ്പിനേഷനും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. പക്ഷേ ഗ്രോ ചെയ്യുമ്പോൾ ഉള്ളിൽ നല്ല ഡെൻസിറ്റിയോട് കൂടിയിട്ട് അവർ ഗ്രോ ചെയ്യുക. നല്ല കനവും മാസ്പർ വോളിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരുടെ സോഫ്റ്റ് വുഡ് പെട്ടെന്ന് ഗ്രോ ചെയ്യും, പക്ഷേ ഉള്ളിൽ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഇത് എൻജിനീയർഡ് വുഡാണെങ്കിലോ ഇവർ നമുക്ക് ഇപ്പോൾ ഒരു കട്ടിൽ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പലകൾ ജോയിൻ ചെയ്യുന്നതിന് പകരം ഒറ്റ എൻജിനീയർഡ് വുഡ് ആണ് വെച്ചാൽ മതി. കാരണം അത് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേരിയസ് ഡെൻസിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ്. അത് ഇതിനേക്കാട്ടിലും ചീപ്പ് കോസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി യൂസസ് ഏകദേശം എല്ലാം സെയിം ആണ്. ഇതിൽ ഹൈ ക്വാളിറ്റി ഫർണിച്ചർ, ഡെക്കറേറ്റീവ് വുഡ് വർക്ക്, ഡെക്സ്, ഫ്ലോറിങ്. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കോൺക്രീറ്റിനൊക്കെ എന്ത് ചെയ്യും, അടിയിൽ പലക വിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ് വുഡ് ഉപയോഗിക്കും. അതാണ് ബിൽഡിംഗ് കമ്പോണൻറ്റ്, ഫർണിച്ചർ, എക്സ്റ്റീരിയർ ക്ലാഡിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ക്ലാഡിങ്ങിനൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇനി എൻജിനീയർ വുഡ് എന്ന് പറയുമ്പോൾ ഫർണിച്ചേഴ്സ്, വാൾസ്, കൗണ്ടേഴ്സ്, അതിനെല്ലാം ഉപയോഗിക്കും. കോസ്റ്റ് ഹാർഡ് വുഡിന് എന്തായാലും ഹയർ കോസ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് വുഡിന് ലോവർ കോസ്റ്റ് ആയിരിക്കും. എൻജിനീയർഡ് വുഡിൻ്റെ കേസാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിന് ലോവർ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു നോക്കാം. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലംബർ പ്രോസസ്സിങ്. നമ്മൾ മരം മുറിച്ചതിന് ശേഷം ലംബർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. സെലക്ട് കട്ടിംഗ് ആണോ, എയർ ഡ്രൈയിങ് ആണോ, ബാർക്കിംഗ് ആണോ, കിൽ ഡ്രൈയിങ് ആണോ. ഈ എയർ ഡ്രൈയിങ്ങും കിൽ ഡ്രൈയിങ്ങും ഒക്കെ സീസണിലിങ് വരുന്നതാണല്ലേ. സീസണിങ് ഒക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യം ചെറിയ മരങ്ങളൊന്നും നമ്മൾ മുറിക്കത്തില്ല. അത്യാവശ്യം വലിയ സൈസുള്ള വളർച്ചയെത്തിയ മരങ്ങൾ മാത്രമേ നമ്മൾ മുറിക്കത്തുള്ളൂ. അതാണ് സെലക്റ്റീവ് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളയും. എന്നിട്ട് അതിനെ സോ ചെയ്യും. നമ്മളെ അക്രോസ് ദി ഗ്രെയിനോ അല്ലെങ്കിൽ ഒരു 2-3-4 ടൈപ്പ് സോയിങ് മെത്തേഡ് ഉണ്ട്.
നമുക്ക് ഒരുപാട് വേസ്റ്റ് കുറക്കാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. അത് സോ ചെയ്തിട്ട് പ്ലാങ്ക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ സീസൺ ചെയ്യുക. അപ്പോൾ സിയും ഡിയും ഒന്നും ആവാൻ ചാൻസ് ഇല്ല. നോക്കണം, അത് ഫസ്റ്റ് സ്റ്റെപ്പിൻ ലംബർ പ്രോസസ്സിങ്, മരം മുറിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ലംബർ പ്രോസസ്സിങ് നടക്കുക. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ബാർക്കിംഗ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ദി ടോപ്പ് ഗ്രേഡ് ഓഫ് ഹാർഡ്വുഡ് ലംബർ ഈസ് ലേബിൾഡ്. നമ്മളെ മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ ലംബറിന് ഒരു ചോക്കോണ്ടൊക്കെ നിങ്ങൾ എഴുതില്ലേ, അങ്ങനത്തെ ഒരു നമ്പറിങ് ഉണ്ട്. അതിനെന്താ വിളിക്കുക എന്ന് ചോദിക്കുന്നത്. ടോപ്പ് ഗ്രേഡ് കേട്ടോ. അതിൽ ടോപ്പ് ഗ്രേഡിനെ നമ്മൾ എങ്ങനെയാണ് നമ്പർ അല്ലെങ്കിൽ ലേബൽ ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ടോപ്പ് ഗ്രേഡ് ഓഫ് ലംബറിനെ, ഹാർഡ്വുഡ് ലംബറിനെ എങ്ങനെയാണ് ലേബൽ ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ഫാക്ടറി നമ്പറാണോ, യാർഡ് നമ്പറാണോ, കോമൺ യാർഡ് നമ്പറാണോ? നമ്മൾ ചോക്കട മോളിലൊക്കെ ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ലേ, അതാ നമ്പറിനെ എന്ത് വിളിക്കാമെന്ന് ചോദിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് FAS. FAS സ്റ്റാൻഡ് ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡ്. FAS എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡ് എന്നുണ്ട് കേട്ടോ. FAS എന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രേഡ് എന്ന് നിങ്ങൾ മറക്കരുത്. ആൻഡ് ഇസ് ദി ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് ലംബറിൽ ഹാർഡ്വുഡിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡാണ് ഹാർഡ്വുഡ്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് ക്ലിയറസ്റ്റ് ഗ്രേഡ് ഓഫ് ഹാർഡ്വുഡ്. അതെ, ഹാർഡ്വുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈസ് കൺസിഡേർഡ് ദി ബെസ്റ്റ് ഫോർ ഫേർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കിംഗ്. ഇനി FAS നമ്പറിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ക്വാളിറ്റി ഹാർഡ്വുഡ് ഗ്രേഡ്, നമ്മൾ പഠിച്ചു അല്ലേ. ഇറ്റ് ഹയസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡ്. ഇറ്റ് ഹാസ് സം ഡിഫക്റ്റ്, കുറച്ച് ഡിഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ആ ഡിഫക്റ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ബട്ട് മോർ ദാൻ 83% ഓഫ് ഈച്ച് ബോഡി ഈസ് യൂസബിൾ. ഓരോ ബോർഡിൻ്റെയും 83%-ലധികം ഡിഫക്റ്റ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ ഡിഫക്റ്റ് ഉള്ളൂ. ദി മിനിമം സൈസ് ഓഫ് എ FAS ബോഡി ഈസ് 6 inches വൈഡ് ആൻഡ് 8 feet ലോങ്. 8 അടി നീളവും 6 ഇഞ്ച് വീതി ഉണ്ടാവണം. അങ്ങനത്തെ ഒരു പലകയാണ് നമ്മൾ FAS ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡ് ഓഫ് ഹാർഡ്വുഡ് ഗ്രേഡ് ലംബർ എന്ന് പറയുന്നത്. എത്രയാണ്? 6 ഇഞ്ച് വീതി. ഓക്കെ ആണോ? 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 25.4 mm. അപ്പോൾ 6 ഇഞ്ച് വീതിയും 8 അടി നീളവും വേണം. ദി ബെസ്റ്റ് ഫോർ പ്രൊജക്ട് ദാറ്റ് നീഡ് ടു ഹൈ ക്വാളിറ്റി ഫേസസ്. FAS വൺ ഫേസ് F1F ഇസ് ഗ്രേഡ് ദാറ്റ് ദി ആൾമോസ്റ്റ് ഹാവ്. നമുക്കിത് മാത്രം പഠിച്ചാൽ മതി, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. FASൽ തന്നെ F1Fഉം ഒരു 2 നമ്പറും കൂടി കണ്ടിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിങ്ങിൽ ഇല്ലാത്തത്. അത് സിമ്പിളാണ്, അത് നമുക്ക് സിലബസിൽ ഇല്ല. എന്നാലും നമുക്ക് സിസ്റ്റം നോക്കി നോക്കാം ഏതാണ് വരിക. സെലക്ട് പ്രോബ്ലം സോൾവിങ് ആട്ടോ. നോട്ടാണ്. നോട്ട് എന്ന് പറയുമ്പോൾ സെലക്ട് പ്രോബ്ലം ക്ലിയർലി, അത് നമ്മൾ ചെയ്യണം. സെലക്ട് ബെസ്റ്റ് സൊല്യൂഷൻ അത് കൊടുക്കണം. കളക്ട് ഇൻഫർമേഷൻ അത് കൊടുക്കണം. ഏതാണ്? D ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതൊരിക്കലും പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്പല്ല. ഇനി അടുത്തത് ആറാമത്തെ, എ വർക്കർ ഹൂ ഫിനിഷസ്. ഇത് ആറാമത്തെ നോക്കണ്ട കേട്ടോ. ഏഴാമത്തെ, എംപ്ലോയീസ് അപ്രീഷിയേറ്റ് വർക്ക് ഹൂ, അത് നോക്കണ്ടേ. ഇനി എട്ടാമത്തെ നോക്കാം. വുഡ്സ് ഗ്രേറ്റസ്റ്റ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഈസ് ഇൻ. നമ്മുടെ മരത്തിൻ്റെ വാണിജ്യപരമായിട്ട് ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം. പ്രൊഡക്ഷൻ ഓഫ് സിന്തസിസ് ആൻഡ് പ്ലാസ്റ്റിക്. മരം പ്ലാസ്റ്റിക്കിനൊന്നും ഉപയോഗിക്കില്ലല്ലോ. എട്ടാമത്തെ, വുഡ്സ് ഗ്രേറ്റസ്റ്റ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ്. മരം ഒരിക്കലും എന്ത് ചെയ്യില്ല, കൊമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? റോങ് ആട്ടോ. റോങ് ആണ്. ഈ ഓപ്ഷൻ കൊടുത്തതിന് റോങ്ങാണ്. മേക്കിംഗ് പേപ്പർ ബോർഡ് ആൻഡ് കാർഡ്ബോർഡും പേപ്പർ ബോർഡും നമ്മൾ ഏത് മരമാണ് ഉപയോഗിക്കുക? 1-2 സെലക്റ്റീവ് ആയിട്ടുള്ള മരം മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ അല്ലേ. നമ്മൾ മുള അല്ലെങ്കിൽ പേപ്പറിനൊക്കെ 1-2 സെലക്റ്റീവ്. പക്ഷേ എല്ലാ മരങ്ങളുടെയും വാണിജ്യപരമായുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ബിയും മിസ്റ്റേക്കാണ്. മിസ്റ്റേക്കല്ല, ഇതിന് സൂട്ടബിൾ അല്ല. അടുത്തത് ഫേർണിച്ചർ, ക്യാബിനറ്റ് മേക്കിംഗ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇത് നമുക്ക് പാർഷ്യലി ശരിയാണ്, അല്ലെങ്കിൽ ശരിയാണ്. എഞ്ചിനീയർഡ് വുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDF നമ്മളെ MDF വെനീർഡ് ബോർഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനാണ്. പക്ഷേ വുഡിൻ്റെ നമുക്കിപ്പോൾ അത്യാവശ്യം കാശുള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഹാർഡ് വുഡോ അല്ലെങ്കിൽ സോഫ്റ്റ് വുഡോ ഉപയോഗിച്ച് കാശില്ലെങ്കിൽ സോഫ്റ്റ് വുഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഏതാണ്? C ആണ്. എട്ടാമത്തെ C ആണ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എ ഫയർ സേഫ്റ്റി പ്ലാൻ ഷുഡ് ഇൻക്ലൂഡ്. ഫയർ സേഫ്റ്റി പ്ലാനിൽ നമുക്ക് എന്താണ്? എ മാപ്പ് ഓഫ് ബിൽഡിംഗ്. പ്ലാനിലാട്ടോ നമുക്ക് കൊടുക്കുന്ന പ്ലാനിൽ
എന്ത് ചെയ്യണം, ഒരു മാപ്പ് ഉണ്ടാവണം, ബിൽഡിങ്ങിൻ്റെ മാപ്പ് എന്തായാലും ഉണ്ടാവണം. ഓക്കെ ആണോ? 9A ആണ് ആൻസർ. 10 മോസ്റ്റ് ഫയേഴ്സ് ക്യാൻ ബി എക്സ്റ്റിങ്ഷ്ഡ് ബൈ. മോസ്റ്റ് ഫയേഴ്സ് എല്ലാത്തരം ഫയേഴ്സും എക്സ്റ്റിങ്ഷ്ഡ് ബൈ ഓപ്ഷൻ എ ഇൻക്രീസിങ് ദി ഹീറ്റ് സോ ദി ഫയർ. ഇൻക്രീസിങ് ദി ഹീറ്റ് സോ ദി ഫയർ ബേൺ. അയ്യോ, നമ്മൾ ഹീറ്റ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ തീ പെട്ടെന്ന് കത്തല്ലേ ചെയ്യുക. അതാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കത്തി തീരുന്ന അവർ പറഞ്ഞത്. ഇത് തെറ്റാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫയർ ട്രയാങ്കിൾ പഠിച്ചില്ലേ, ഹീറ്റ്, ഫ്യൂവല്, ഓക്സിജൻ, ഇതിലേതെങ്കിലും ഒന്നും ഒഴിവാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ, ആ ഫയർ എന്ത് ചെയ്യുള്ളൂ, നിൽക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ എ ഒരു റോങ് മെത്തേഡാണ്. ഇനി റിമൂവ് ദി സോഴ്സ് ഓഫ് ഫ്യൂൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതാണ്, ഫയർ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുക. ഫയർ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയില്ലേ, ഓക്സിജന്, ഫ്യൂവല്, പിന്നെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഹീറ്റാട്ടോ, ടെമ്പറേച്ചർ അല്ല, ഹീറ്റാണ്, സോറി. ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ഓക്സിജൻ, ഇവിടെ ഡിഗ്രീസിങ് ആണെങ്കിൽ കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇത് റോങ് ആണ്. 10ാമത്തെ റിമൂവ് ദി സോഴ്സ് ഓഫ് ഫ്യൂവലാണ് കറക്റ്റ് ആൻസർ. ഇനി 11ാമത്തെ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഷോക്ക് ദാറ്റ് കിൽസ്. അത്യാവശ്യം ഫറ്റലായിട്ടുള്ള ഇലക്ട്രിക് ഷോക്കിൽ നോട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലോഡ് ഹേർട്ട് റേറ്റ് അത് അങ്ങനത്തെ ലക്ഷണം കാണാറില്ല. അതായത് ഫറ്റൽ ഇലക്ട്രിക് ഷോക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആ ഗ്രൂപ്പിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെ മസിലൊക്കെ ഭയങ്കര കോണ്ടാക്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. സ്ലോ ഹേർട്ട് റേറ്റ് ആ ടൈമിൽ കാണാറില്ല. എന്തുണ്ടാവും, വെൻട്രിക്കുലർ ഫൈബ്രിലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് പാരാലിസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ മസിൽസിനൊക്കെ എന്ത് ചെയ്യും, പാരാലിസിസ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫറ്റൽ ഷോക്കാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹെൽപ്പർ യൂസ്ഡ് ടു ഫീഡ് സ്റ്റോക്ക് ഇൻ ടു എ ടൂൾ. നമ്മളെ പോർട്ടബിൾ ഹാൻഡ് കട്ടർ ഇല്ലേ, ആ കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മരം മുറിക്കുകയാണ്. മരം മുറിക്കുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ലോഗുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കട്ടർ വരുന്നത്, കട്ടറിൻ്റെ പ്ലെയിൻ ഇവിടെ വരുന്നത് ഇവിടെയാണ്. പിന്നെ എൻ്റെ ഹാൻഡ്, എൻ്റെ വലത് കൈ വരുന്നത് ഇവിടെയാണ്. ഞാൻ ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ തള്ളി കൊടുക്കണം. ഞാൻ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ കൈ കൂടി അതിൽ കുടുങ്ങാനുള്ള ചാൻസ് ഇല്ലേ. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഫീഡ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഫീഡ് മെക്കാനിസത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വിരലുകൊണ്ട് ഒരിക്കലും തള്ളി കൊടുക്കാൻ പറ്റില്ല. കാരണം കട്ടർ എങ്ങാനും സ്ലിപ്പാവുക, അല്ലെങ്കിൽ നമ്മളെ കൈ അറിയാതെ വേറെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ കൈ എന്ത് ചെയ്യും, ചിലപ്പോൾ കട്ടറിൻ്റെ ബ്ലേഡിൽ അങ്ങനെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈൽസിൻ്റെ വർക്കിലും അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കണതാണ് ഈ ഫീഡ് സ്റ്റോക്ക്. നമ്മൾ കൈ കൊണ്ട് തള്ളുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പലക വെച്ചാൽ പോരെ, പലക വെച്ചിട്ട് ആ പല കൊണ്ട് തള്ളിയാൽ പോരെ, ഒന്നുകൂടി സേഫ് അല്ലേ. അപ്പോൾ അതിനെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പുഷ് സ്റ്റിക്ക്. തള്ളി കൊടുക്കണം, സ്റ്റിക്ക് ഉപയോഗിക്കും. പുഷ് ബ്ലോക്ക് അല്ലെങ്കിൽ നല്ലൊരു ബ്ലോക്ക് കൊണ്ട് തള്ളി കൊടുക്കുക. ഫെദർ ബോർഡ് നമുക്ക് ഉപയോഗിക്കാം. ഫെദർ ബോർഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ട്രൈറ്റ് എഡ്ജ് നമ്മളൊരു മാർക്കിംഗ് ടൂൾ അല്ലേ, മാർക്കിംഗ് മെഷറിംഗ് ടൂളിൽ നമ്മൾ മാർക്കിംഗ് ടൂൾ പഠിച്ച, അല്ലെങ്കിൽ ആ സ്ട്രൈറ്റ് എഡ്ജ് ടൂളല്ലേ, ആ സ്ട്രൈറ്റ് എഡ്ജ് പഠിച്ച് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് എഡ്ജ് ഡാമേജ് ആവില്ലേ. ഓക്കെ ആണോ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരിക, നോട്ട് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് എഡ്ജാണ് ആൻസർ വരിക കേട്ടോ. നമുക്ക് അതിൻ്റെ ചിത്രം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഈ കട്ടറിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കണുണ്ടോ. ഓക്കെ ആണോ? ഇതാണ് ഫെദർ എഡ്ജ്. നമ്മൾ കൈ മാക്സിമം ഒഴിവാക്കിയിട്ട്, ഇത് കട്ടറിൻ്റെ ബ്ലേഡ് ഇതാ ഇവിടെ കണ്ടോ, കട്ടറിൻ്റെ ബ്ലേഡ് ഇവിടെ. ഇതാണ് നമ്മളെ ഫെദർ. നമുക്ക് നോക്കി നോക്കാം. എ ഫെദർ ബോർഡ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് യൂസ്ഡ് ഇൻ വുഡ് വർക്കിംഗ് ടു കീപ് എ വർക്ക് പീസ് ഇൻ പ്ലേസ് വൈൽ ഇറ്റ് ഈസ് ബീൻ കട്ട് ഓർ മെഷീൻഡ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫെദർ ബോർഡ് ആർ ആൾസോ നോൺ ആസ് ഫിംഗർ ബോർഡ്. അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. ഫെദർ ബോർഡ്സ് ആർ യൂസ്ഡ് വിത്ത് സ്റ്റേഷനറി റൂട്ടർ ഓർ പവർ സോ. നമ്മളെ പോർട്ടബിളിൽ ഇത് ഫെദർ ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. ഇയാൾ സ്റ്റേഷനറി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഫെദർ ബോർഡ് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. സച്ച് ടേബിൾസോ ബാൻഡ്സോ, ഇതേതാ ടേബിൾസോ ആണ്. ദേ ഹാവ് സെവറൽ പർപ്പസ് ഇൻക്ലൂഡിങ് അപ്ലൈയിങ് പ്രഷർ അപ്ലൈ ചെയ്യുക, കീപ്പിംഗ് സ്റ്റോക്ക് ഓൺ ട്രാക്ക്, ആ പ്ലാങ്ക് അല്ലെങ്കിൽ ആ പലക ആ ട്രാക്കിൽ അവിടുന്ന് മാറാൻ നോക്കുക, പ്രിവെൻറ്റിങ് കിക്ക് ബാക്ക്, അത് റിട്ടേൺ വരുമ്പോൾ അല്ലേ. സോ അങ്ങനെ അടിക്കല്ലേ, നമുക്ക് പഠിച്ചില്ല ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം എവരി ആക്ഷൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, കിക്ക് ബാക്കിനെ തടയുക. അതുപോലെ മേക്കിംഗ് ക്ലീനർ കട്ട്, നല്ല അടിപൊളിയായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ക്ലീനർ കട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഫെദർ ബോർഡ്, പുഷ് റോഡ്, പുഷ് ബ്ലോക്ക്, ഇതെല്ലാം എന്താണ് നമ്മളെ
ഫീഡിൻ്റെ കാര്യങ്ങൾ വരുന്ന കേട്ടോ. ഒരു സേഫ്റ്റി ഡിവൈസ് കൂടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫീഡിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പറഞ്ഞ് 12ാമത്തെ അല്ല, ഇനി 13ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലൗ 13ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലൗസ് ഷുഡ് ബി വേൺ വെൻ വർക്കിംഗ് വിത്ത് ഷാർപ്പ് എഡ്ജസ്. കീവേഡ് ഇതാണ് കേട്ടോ, ഷാർപ്പ് എഡ്ജസ് ആൻഡ് റഫ് മെറ്റീരിയൽ. ഷാർപ്പ് എഡ്ജസും റഫ് മെറ്റീരിയലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഏതാണ് ചോദിക്കുന്നത്. ഗ്ലൗ ആണ്. പ്ലാസ്റ്റിക് ആണോ, ലെതർ തിക്ക് ഫാബ്രിക്, ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? റബ്ബർ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് കോട്ടൺ ഉണ്ട്. ലൈറ്റ് വെയിറ്റ് കോട്ടൺ ഉണ്ട്, തിക്ക് ഫാബ്രിക് ഉണ്ട്. ഏതാണ് ആൻസർ വരിക? 13ാമത്തെ സി ആണ് കേട്ടോ. 13ാമത്തെ സി ആണ്. ഈ ഇവിടെ എ ബി സി എന്ന് കൊടുത്തിരിക്കുന്നത് ഓർഡർ പ്രകാരമല്ല. അതായത് എ ഇവിടെ, ബി ഇവിടെ, സി ഇവിടെ, ഡി ഇവിടെ, അങ്ങനെയാണ്. അതുകൊണ്ട് തെറ്റരുത്, അങ്ങനെയാണ് കേട്ടോ. 14ാമത്തെ ചോദ്യം. ഇഫ് എ കെമിക്കൽ സ്പ്ലാഷസ് ഇൻ ടു സമ്മൺസ് ഐ, ദി പേഴ്സൺ ഷുഡ് റിൻസ് ദി ഐ വിത്ത് ആൽക്കഹോൾ മോണോ. നമുക്കറിയാം അല്ലേ, എന്തെങ്കിലും കണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് കഴുകണം. എന്താണ് എഴുതിയത്? ബി എ ജെൻറ്റിൽ സ്ട്രീം ഓഫ്, അതെ ബി എ ജെൻറ്റിൽ സ്ട്രീം ആട്ടോ, ഒഴുകുന്ന വെള്ളത്തിലാണ്, ഓഫ് കൂൾ വാട്ടർ. 15ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. 15ാമത്തെ ചോദ്യം. ദി 3 കീ ടു ഗുഡ് ഡിസൈൻ ഇൻക്ലൂഡ്. നമ്മൾ സിലബസ് പ്രകാരം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ആൻസർ വരെ ബി ആണ്. ആൻസർ ബി ആണ് വരിക. ഇനി 16. എ 3 വ്യൂ. ഇത് നമുക്ക് ചിലപ്പം നമ്മുടെ ഫർണിച്ചർ മേക്കിങ്ങിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഫർണിച്ചർ മേക്കിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 16ാമത്തെ ചോദ്യം. എ 3 വ്യൂ വർക്കിംഗ് ഡ്രോയിങ് യൂഷ്വലി ഇൻക്ലൂഡ് വ്യൂസ്. അതിൽ നമ്മൾ 3 വ്യൂവിൽ ഫ്രണ്ടാണോ ബാക്കാണോ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണോ, അതോ ബാക്കാണോ ഫ്രണ്ടാണോ ടോപ്പ് വ്യൂ ആണോ, അതോ ടോപ്പാണോ ഫ്രണ്ടാണോ റൈറ്റ് സൈഡ്, ഏത് വ്യൂ ആണ് ആ 3 വ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. ഏതാണ്? സിമ്പിൾ ചോദ്യം അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ടോപ്പ് വ്യൂ ഉണ്ടാവും, ഫ്രണ്ട് വ്യൂ ഉണ്ടാവും, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ടാവും. നമ്മളെല്ലാവരും വരച്ച ആൾക്കാരാണല്ലേ. 17. വെൻ ലേയിങ് ഔട്ട് സ്റ്റോക്ക് ഫോർ ദി ഒബ്ജക്ട് ഷോൺ ഇൻ ഫിഗ്. ഇത് ക്വസ്റ്റ്യൻ ഫിഗറില്ല കേട്ടോ, സോറി. ഇനി 18. വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് വുഡ് നോട്ട് ബി ഫൗണ്ട് ഓൺ എ ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ നമുക്ക് സിലബസിൽ ഉണ്ടാവും കേട്ടോ. ബിൽ ഓഫ് മെറ്റീരിയൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. 18 ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഫിനിഷ്ഡ് സൈസ്, ഫാസ്റ്റ്നേഴ്സ് ഉണ്ടാവും, വേണ്ട ആക്സസറീസ് ഉണ്ടാവും, റഫ് സൈസ് ഓഫ് ഈച്ച് വുഡ് പാർട്ട്, അതായത് വേണ്ട വുഡിൻ്റെ റഫ് സൈസ് ഉണ്ടാവും. അതായത് ഫിനിഷ് സൈസ് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ കിട്ടി, അത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഫിനിഷ്. പക്ഷേ അതൊരിക്കലും ബിൽ ഓഫ് മെറ്റീരിയൽ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ പെടാത്തത്. നമുക്ക് വേണ്ടത് റോ മെറ്റീരിയലിൻ്റെ സൈസുകളാണ്. റഫ് സൈസ് ഓഫ് ഈച്ച് വുഡ് പാർട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഫാസ്റ്റ്നേഴ്സ് വേണം, ആക്സസറീസ് വേണം. ഒരിക്കലും ഫിനിഷ് വുഡ് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ട് നമ്മളെ പ്ലാങ്കിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതൊരിക്കലും ഫസ്റ്റ് തന്നെ കിട്ടില്ല, ബിൽ ഓഫ് മെറ്റീരിയൽ ഉൾപ്പെടില്ല. 19. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമുലാസ് ഈസ് യൂസ്ഡ്. ബോർഡ് ഫീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബോർഡ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു വോളിയം അളക്കേണ്ട ഒരു യൂണിറ്റാണ്. നമ്മൾ ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മരം അളക്കാൻ വരുന്ന ആൾക്കാരൊക്കെ എത്ര ക്യൂബിക്കാണ്, എത്ര ക്യൂബിയാണ്, കുബി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു യൂണിറ്റാണ് ബോർഡ് ഫീറ്റ്. അതിൻ്റെ ഫോർമുല ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇത് സി എന്ന് പറയുന്നത് തിക്നെസ് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ 12. ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി. ഇത് എ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഡി എന്ന് പറയുന്നത് തിക്നെസ് ഇൻറ്റു വിഡ്ത്ത് ഡിവൈഡ് ബൈ ലെങ്ത്. ഓപ്ഷൻസ് ഏതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതായിരിക്കും ആൻസർ നമുക്കൊന്ന് നോക്കി നോക്കാം. 19ാമത്തെ ആ പേര് മറക്കരുത് കേട്ടോ. ദി ഫോർമുല ടു കാൽക്കുലേറ്റ് ബോർഡ് ഫീറ്റ് പറയുമ്പോൾ തിക്നെസ് ഇൻ ഇഞ്ച്, വിഡ്ത്ത് ഇൻറ്റു ഇൻ ഇഞ്ച്, ലെങ്ത് ഇൻ ഫീറ്റ്. ലെങ്ത് ഫീറ്റ് ആണല്ലേ, ലെങ്ത് ഫീറ്റ് ഡിവൈഡ് ബൈ, കാരണം ലെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും നീളം കൂടിയല്ലേ. നമ്മളിപ്പോൾ ഒരു പ്ലാങ്കിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 6 ഇഞ്ച് വീതിയും വേണം, 8 ഫീറ്റ് ലോങ്ങും വേണമെന്ന് അറിയില്ല. അപ്പോൾ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇഞ്ചിൻ്റെ അളവ് തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി വലിയ യൂണിറ്റ് ആണല്ലേ. നമ്മൾ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നീളം കൂടിയ ഭാഗങ്ങളൊക്കെ മില്ലിമീറ്റർ അളക്കണേക്കാട്ടിലും എളുപ്പം മീറ്ററിൽ അളക്കല്ലേ. ഇൻ ഫീറ്റ് ഡിവൈഡ് ബൈ 12 ഫീറ്റ്. ഈ ഡിവൈഡ് ബൈ 12 ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ. ഡിവൈഡ് ബൈ 12 എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അതായത് തിക്നെസ്സും വിഡ്ത്തും ഇഞ്ചിലാണ്, ലെങ്ത്ത് ഫീറ്റിലാണ്. നീളം ഇൻറ്റു വീതി ഇൻറ്റു ലെങ്ത്ത്.
ഫോർ എക്സാമ്പിൾ ടു കാൽക്കുലേറ്റ് ദി ബോർഡ് ഫീറ്റ് ഓഫ് പീസ് ഓഫ് വുഡ് ദാറ്റ് 1 ഇഞ്ച് തിക്ക്, 1 ഇഞ്ച് കനണ്ട്, 6 ഇഞ്ച് വീതിയുണ്ട്, 8 ഫീറ്റ് ലോങ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊക്കെ 1 × 6 മറ്റേ എന്താണ് 8 ഫീറ്റിനെ നമ്മൾ ഒരിക്കലും ഇഞ്ചിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നിൽക്കും നമുക്ക് 4 കിട്ടും. ഇനി ഹിയർ ആർ സം അതർ തിങ്സ് നോ അബൌട്ട് ബോർഡ് ഫീറ്റ്. ഓൺ ബോർഡ് ഫുഡ് വൺ ബോർഡ് ഒരു BFT എന്ന് പറയുന്നത് 144 ക്യൂബിക് ഇഞ്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു BFT എന്ന് പറയുന്നത് 144. ഓക്കെ ആണോ? 144 BFT ആണ്. ഈ 12 ഫീറ്റിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. ടു കാൽക്കുലേറ്റ് ദി ബോർഡ് ഫുട്ടേജ് ഓഫ് ഫോർ മൾട്ടിപ്പിൾ പീസസ് ഓഫ് വുഡ് യു ക്യാൻ മൾട്ടിപ്ലൈ ദി നമ്പർ ഓഫ് പീസസ് ബൈ തിക്നെസ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആൻഡ് ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി ചെയ്തിട്ട് അവസാനം 12 ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ അത് നോക്കണ്ട കേട്ടോ, സിമ്പിളാണ്. ഇത് നോക്കി നോക്കുക, ഈ പോയിന്റ് നോക്കി നോക്കുക. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി നോക്കുക. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് 84 പീസാണ്. 84 പീസിനും 84 വട്ടം 12 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വട്ടം 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. BFT board feet is the most common unit of volume used to measure trees and logs that will be used for lumber or veneer. വെനീറിനോ ലംബറിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാങ്ക്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമൺ യൂണിറ്റാണ് ഇത് BFT. 1 ബോർഡ് ഫീറ്റ് ഈക്വൽ ടു 144 ക്യൂബിക് ഇഞ്ച്. അതിൻ്റെ ലെങ്ത്ത് ഇൻ ഇഞ്ച്, വിഡ്ത്ത് ഇൻ ലെങ്ത് ഇൻ ഫീറ്റ്, വിഡ്ത്ത് ഇൻ ഇഞ്ച്, പിന്നെ തിക്നെസ് ഇൻ ഇഞ്ച് ഡിവൈഡ് ബൈ 12. ഇതാട്ടോ, ഇത് തന്നെയാണ്. പെട്ടെന്ന് പറയുമ്പോൾ മാറിപ്പോണം കേട്ടോ. ഇത് അളവ് കുറഞ്ഞ, അതായത് ക്വാണ്ടിറ്റി കുറഞ്ഞ കാര്യങ്ങൾ ലെങ്ത്തും തിക്നെസ്സുമാണ്. അത് രണ്ടും ഇഞ്ചിൽ നമ്മൾ എടുക്കും. മറ്റേത് നമുക്ക് ഇഞ്ചിലെടുക്കുകയാണെങ്കിൽ നമ്മൾ 12 ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, നീളം കൂടിയല്ലേ എഴുതിയിട്ട് നമ്മളത് ഫീറ്റിലെടുക്കും. ഫീറ്റിലെടുത്തിട്ട് ഡിവൈഡ് ബൈ 12 ചെയ്യും. ദി സിസ്റ്റം ഫോർ കാൽക്കുലേറ്റിംഗ് ബോർഡ് ഫീറ്റ് ക്യാൻ ബി മോർ കോംപ്ലിക്കേറ്റഡ് ഫോർ ഹാർഡ് വുഡിന് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. MBF ഈസ് എ മാൻഡറ്ററി ടേം ദാറ്റ് സ്റ്റാൻഡ് ഫോർ 1000 ബോർഡ് ഫീറ്റ്. 1000 ബോർഡ് ഫീറ്റ് പറഞ്ഞാൽ 1 MBF ആണ്. എന്താ മെഗാ ആണോ എന്ന് നോക്കണം കേട്ടോ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം, അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഏതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് കേട്ടോ. തിക്നെസ് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം, ഇതിലെന്താ വ്യത്യാസം, എന്താ ഈ ലെങ്ത്ത് ഇൻ ഫീറ്റ് എന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് ഇൻ ഫീറ്റ് എന്ന് ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ ആണോ? അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 20ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വെൻ യൂസിങ് എ ക്രോസ് കട്ട് സോ, ഈ സോയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഇത് നിങ്ങൾ തെറ്റിക്കരുത്. വെൻ യൂസിങ് എ ക്രോസ് കട്ട് സോ, ക്രോസ് കട്ട് ആ പേരിൽ തന്നെ നമ്മൾ എന്തോ ഒരു പ്രത്യേകത പറയുന്നില്ലേ, ക്രോസ് കട്ട് എന്ന് പറയുന്നില്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. ക്രോസ് കട്ട് സോ ഉപയോഗിക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തതെന്നാണ്. ഹോൾഡ് ദി സോ അറ്റ് 45 ഡിഗ്രി ആംഗിൾ. അതെ, നമ്മൾ പിടിക്കുമ്പോൾ സോയെല്ലാം പിടിക്കുമ്പോൾ ഏകദേശം അങ്ങനെ തന്നെ പിടിക്കുക അല്ലേ. അപ്ലൈ ലൈറ്റ് പ്രഷർ ഓൺ പുഷ് കട്ട്. അതെ, പുഷ് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയൊരു പ്രഷർ ഇതാക്കണം. കട്ട് വിത്ത് അതായത് നമ്മൾ ക്രോസ് കട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഗ്രെയിൻസിന് ക്രോസ് ആയിട്ടല്ലേ. ഇത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഡീം കൂടി നോക്കാം. കട്ട് ഓൺ ദി വേസ്റ്റ് സൈഡ് ഓഫ് ദി കട്ടിങ് ലൈന്. അതെ, കട്ടിങ് ലൈൻ ഉണ്ട് കരുതിക്കോ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല അല്ലേ. അതിൻ്റെ വേസ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ C ആണ്. കാരണം പേരിൽ തന്നെ ഉണ്ട് ക്രോസ് കട്ട് സോ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രെയിൻസിന് ക്രോസ് ആയിട്ടാണ് അല്ലേ, വിത്ത് ദി ഗ്രെയിൻ അല്ല, എലോങ് ആയിട്ടല്ല. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. 20ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ C ആണ് കേട്ടോ. നിങ്ങൾക്ക് അത് അറിയേണ്ടതാണ്, കാരണം നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാണ്. 21 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കട്ട് ഇറഗുലർ ഷേപ്പ്. ഈ ഒരു കീവേഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ്. ഈ ഒരു കീവേഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കീവേഡിൽ നിന്നാണ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഇറഗുലർ കട്ടിന് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പിന് വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റ് ഷേപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, ബാക്സോ, റിപ്സോ, ഡൗട്ടേൽസോ ഒക്കെ എന്താ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, കോമ്പസോ. ഏതാണ് സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ പറഞ്ഞാണ് ഏതാണ്, കോമ്പസോ കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി 22 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് മാർക്കിംഗ് ടൂൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. തന്നിരിക്കുന്ന കുറച്ച് മാർക്കിംഗ് ടൂളിൻ്റെ ഗ്രൂപ്പാണ്. അതിൽ പെടാത്തത് നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. തന്നിരിക്കുന്നത് കുറച്ച് മാർക്കിംഗ് ടൂൾസിൻ്റെ ഗ്രൂപ്പാണ്. അതിൽ പെടാത്തത് ഏതാണ്, സ്ക്രാച്ച് ഔള്, ലെഡ് പെൻസിൽ, ട്രയാങ്കിൾ, യൂട്ടിലിറ്റി നൈഫ്. സിമ്പിൾ, ഓപ്ഷൻസ് വൈസ് സിമ്പിളാണല്ലേ. ഏതാണ് ആൻസർ വരിക, ഒന്ന് ആലോചിച്ച് നോക്കൂ.
കിട്ടിയ ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് ഏതാ വരിക? ട്രയാങ്കിൾ. ഓക്കെയാണോ? ഇനി 23, ദ റെസിപ്രോക്കേറ്റിംഗ് സോ യൂസ്ഡ് പ്രൈമറിലി ഫോർ. റെസിപ്രോക്കേറ്റിംഗ് സോ നമ്മൾ എന്തിനാണ്, അതായത് പ്രൈമറിയിൽ എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് ചോദിക്കുന്നത്. ഇതാണ് റഫ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ? കീവേഡുകൾ മാത്രം കണ്ടോ നിങ്ങൾ ചോദിച്ചു വരുന്നത് കണ്ടോ? അതാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിവിഷനിൽ നമ്മൾ വേറൊരു, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും ഈ PDF. പക്ഷേ വേറെ നമ്മൾ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം അധികവും ചിത്രം എല്ലാം കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതെല്ലാം നമ്മൾ ആദ്യം ക്ലാസ് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസം ക്വസ്റ്റ്യൻസ് നോക്കും. അപ്പോൾ 24ാമത്തെ ചോദ്യം, 24, എ ഹാമർ ഓഫ് വിച്ച് വെയിറ്റ് ഈസ് ബെസ്റ്റ് ഫോർ എവറിഡേ യൂസ്. എവറിഡേ യൂസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഹാമറിൻ്റെ വെയിറ്റ് എത്ര എന്ന ഔൺസിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒരു ടിസ്റ്റുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ടിസ്റ്റുള്ളതാണ്. ഔൺസിലാണ് ചോദിച്ചിരുന്നത്. ഔൺസിലാണ് ചോദിച്ചിരുന്നത്. ഏതാണ് കോമൺ യൂസിന് ഏതാ വരിക? 16 ഔൺസാണ് കേട്ടോ വരിക. 24 A ആണ് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയെടുക്കുക. കാരണം ഇത് കിലോഗ്രാമിലോ ഗ്രാമിലോ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് റാങ്ക് മേക്കിങ്ങിന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റെക്കമെൻഡ് ഫോർ ഡ്രൈവിംഗ് ദി നെയിൽ. നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രാക്ടീസിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ ആഞ്ഞടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വലത്ത് കൈ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യും, ഹാമറിൻ്റെ ഹാൻഡിലിൻ്റെ അറ്റം വലത്ത് കൈയിൽ പിടിക്കും, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് നെയിൽ പിടിക്കും. എന്നിട്ട് ആദ്യം നമ്മൾ കണ്ണെങ്ങോട്ടാണ് പോവുക, ശ്രദ്ധ മാക്സിമം നമ്മൾ നെയിലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക അല്ലേ. ഗ്രാസ്പ് ദി ഹാമർ നിയർ ദി ഹെഡ്. അതെ. 25ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് റെക്കമെൻഡ് ഫോർ ഡ്രൈവിംഗ് നെയിൽസ്. ആഞ്ഞടിക്കുമ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് ഉണ്ട്, ആ പ്രാക്ടീസിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ, ഗ്രാസ്പ് ദി ഹാമർ നിയർ ദി ഹെഡ്. ഹെഡിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹാമർ പിടിക്കണം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹാമർ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടത്തില്ല. നമ്മൾ ഹാൻഡിലിൻ്റെ അവസാനം പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാതെ വരും. ഇനി ബി, ഹോൾഡ് ദി നെയിൽ ക്ലോസ് ടു ദി പോയിന്റ്. ആ പോയിന്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, അതായത് അടിഭാഗത്ത്, മാക്സിമം അടിഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മൾ പിടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കൈയിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആണി പിടിക്കുമ്പോൾ, സപ്പോസ് ഇത് ആണിയാണ് എഴുതിക്കോ, നമ്മളെ കൈ ഇങ്ങനെയൊക്കെ, നമ്മൾ ഇവിടെ ഈ എഡ്ജിൽ പിടിക്കുകയാണെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെയൊക്കെ വരില്ലേ, നമ്മളെ കൈയിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ വരില്ലേ അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ വരും കൈയിൻ്റെ ഷേപ്പ് ഇല്ലേ. പക്ഷേ ഇവിടെ പിടിക്കുകയാണെങ്കിൽ മാക്സിമം ഇങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഹാമർ നമ്മളിവിടെ എത്തില്ല, നമ്മൾ കൈമ എത്തത്തില്ല അല്ലേ. ഓക്കെ ആണോ? അപ്പോൾ എവിടെ പിടിക്കണം, ഹോൾഡ് ദി നെയിൽ ക്ലോസ് ടു ദി പോയിന്റ്. വാട്ട് ദി ഹാമർ നോട്ട് ദി നെയിൽ. അത് നമ്മളൊരിക്കലും അടിക്കുമ്പോൾ ഹാമറിനെ നോക്കരുത് കേട്ടോ. നമ്മൾ എന്താ നോക്കേണ്ടത്, മാക്സിമം എന്ത് ചെയ്യുക, നെയിലിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യേണ്ടത്, അല്ല നെയിലിനെയാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹാമറിനെ നോക്കിയാൽ അടിക്കണത് എങ്ങോട്ട് നമുക്കറിയില്ലല്ലോ. ഓക്കെ ആണോ? അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത്, ഡു നോട്ട് പുട്ട് സെവറൽ നെയിൽസ് അലോങ് ദി സെയിം ഗ്രെയിൻ. ഒരേ ഗ്രെയിനിൽ തന്നെ ഒരുപാട് ആണി ഒരേപോലെ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്ലാഗൺ സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ ഇവിടെ ഒരു പലക ഉണ്ട് കരുതിക്കോളൂ, ഇതിങ്ങനെ ആണി ഇങ്ങനെ ഇതേ ലൈൻ അടിച്ച് എന്ത് ചെയ്യും, ഈ പലക ഇങ്ങനെ സ്പ്ലിറ്റ് ആവും, ഇങ്ങനെ പൊട്ടും. ഓക്കെ ആണോ? അപ്പോൾ 25ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. 26, എ ഹാമർ ഈസ് എ ടൈപ്പ് ഓഫ് ഗൂസ് നെക്ക് വെഡ്ജ് ഫൾക്കം ലിവർ. തന്നിരിക്കുന്ന ഹാമറിൻ്റെ അപ്ലിക്കേഷൻ ഏതാണ്? സിമ്പിൾ ചോദ്യം അല്ലേ. ഏതാ വരിക? ലിവർ ആട്ടോ വരിക, ലിവർ. 27, ദി സൈസ് ഓഫ് എ പവർ ഡ്രിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി സൈസ് ഓഫ് ഇസ്. നമ്മൾ പവർ ഡ്രിൽ ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ എന്ത് നോക്കിയിട്ടെന്ന് ചോദിക്കുക. എന്ത് നോക്കിയിട്ടാണ്? ടോർക്കാണോ, ചക്കാണോ, കോളറാണോ, ബിറ്റാണോ? കോളറല്ല അല്ലേ. ഏതാണ്? ടോർക്കാണ് നമ്മൾ നോക്കുക. പവർ ഡ്രില്ലൊക്കെ വാങ്ങുമ്പോൾ എന്താ നമ്മൾ നോക്കുക, ഏതാ നോക്കുക? അതിൻ്റെ ചക്കിൻ്റെ സൈസാണ് കേട്ടോ നോക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 27 ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 28ാമത്തെ നോക്കാം. ഇനി ഡ്രില്ലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലേ, അത് നമുക്ക് സിലബസിലുണ്ട്. ഇനി 28, എ ഹാൻഡ് ഡ്രിൽ ഈസ് ജനറലി യൂസ്ഡ് ടു ഡ്രിൽ ഹോൾസ് ഡാഷ് ഓർ ലെസ് ഡയാമീറ്റർ. അതായത് ഹാൻഡ് ഡ്രിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര സൈസുള്ള ഡയാമീറ്ററുള്ള ഹോളാണ് അത് വെച്ച് മാക്സിമം ഡ്രിൽ ചെയ്യാൻ കഴിയുക. ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ച് നമുക്ക് വലിയൊരു ഹോളൊന്നും നമുക്ക് ഡ്രിൽ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആ ഹാൻഡ് ഡ്രിൽ വാങ്ങുമ്പോൾ 2500 അല്ലെങ്കിൽ 3000 രൂപയുടെ അടിയിലുള്ളതാണ് ഹാൻഡ് ഡ്രില്ല്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, 3500 മാക്സിമം അങ്ങോട്ട് പോകും. അപ്പോൾ ഹാൻഡ് ഡ്രില്ല് അതിൻ്റെ ചക്കിൻ്റെ സൈസ് അവർ പറയും കേട്ടോ, മാക്സിമം 13 മില്ലിമീറ്റർ വരെ എന്ത് ചെയ്യുള്ളൂ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്തോ, പവർ ഡ്രില്ല് വാങ്ങിക്കുമോ എന്നൊക്കെ അവർ പറയും. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ
അവിടെ ആ ഒരു പോയിൻ്റാണ് അവർ നോക്കുക. ഇഞ്ച് ഇവിടെ അല്ല അല്ലേ, അയ്യോ, ഇഞ്ച് ഡാഷ് ഇഞ്ച് ഇഞ്ച് ഇഞ്ച്, അയ്യോ, ഞാനിവിടെ ഓപ്ഷൻസ് ഞാൻ കൊടുക്കാം കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് കാലിഞ്ച്, കാലിഞ്ചുണ്ട്, കാലിഞ്ചുണ്ട്, അര ഇഞ്ചുണ്ട്, മുക്കാലിഞ്ചുണ്ട്, ഒരു ഇഞ്ചുണ്ട്, മുക്കാലിഞ്ചുണ്ട്, ഒരു ഇഞ്ചുണ്ട്. ഇതിൽ കാലാണോ അരയാണോ മുക്കാലാണോ ഒന്നാണോ വരിക? ഒന്നാണോ വരിക? ഏതാ വരിക? ആൻസർ ഏതാ വരിക? അതായത് ഞാൻ പറഞ്ഞു 13 മില്ലിമീറ്റർ ആണ് പറഞ്ഞില്ലേ. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 25.4 അപ്പോൾ അതിൻ്റെ പകുതി എത്ര വരും ഏകദേശം അല്ലേ? അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ പകുതി ആകുമ്പോൾ അര ഇഞ്ചാണ് വരിക. നമുക്ക് നോക്കി നോക്കാം. ഡ്രില്ലുകൾ വാങ്ങിയ ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എ ഹാൻഡ് ഡ്രിൽ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഡ്രിൽ ഹോൾസ് ദാറ്റ് ആർ 1/2 ഇഞ്ച്. അത് 13 മില്ലിമീറ്റർ വരെയുള്ള ഡ്രിൽ ബിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ഡ്രില്ലിൻ്റെ ചക്കിൽ ഘടിപ്പിക്കുക. ഹാൻഡിൽസ് ആർ പോർട്ടബിൾ നമുക്കറിയാം. സ്മാൾ ഡ്രില്ലിങ് മെഷീൻസ് അതും അറിയാം. ചിലതിൽ ഹാമർ വരും കേട്ടോ. ചില സ്മാൾ പവർ ഹാൻഡ് ഡ്രില്ലിന് എന്ത് ചെയ്യും, ചെറിയൊരു ഹാമറിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ റിവേഴ്സ് ഇടാം, നമുക്ക് റിവേഴ്സ് ഇടാം, പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്മാൾ ഡ്രില്ലിംഗ് മെഷീൻസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ബി ഹെൽഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ്. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ കമ്പൗണ്ട് ദാറ്റ് ആർ ടു ലാർജ് ഓർ ഹെവി ടു ബി ട്രാൻസ്പോർട്ടഡ് ടു എ ഷോപ്പ്. വലിയ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡിൽ ഉപയോഗിക്കും. സം അതർ ടൈപ്പ് ഓഫ് ഡ്രിൽ ആർ ദയർ കാപ്പബിലിറ്റീസ്. ഇതിൽ നിങ്ങൾ നോക്കണം കേട്ടോ. സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. നമ്മൾ വിചാരിക്കും വലിയ എന്തോ മെഷീനാണെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, 12.5 മില്ലിമീറ്റർ ഡയമീറ്റർ വല്ല ഡ്രില്ലാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക. സ്പെയ്ഡ് ബിറ്റ് ഹോൾസോ ഓക്കെ ആണോ, ലാർജ് ഹോളിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ട്വിസ്റ്റ് ബിറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ എന്താണ് സെൽഫ് ഡ്രിൽ ബിറ്റ് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ റേഡിയൽ മെഷീൻ, മെല്ലി മെഷീൻ ഉണ്ട്, ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, പില്ലർ ഉണ്ട്. നമ്മളെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. 29 ഓൺ സം പവർ ഡ്രിൽസ് എ ചക്കി ഈസ് യൂസ്ഡ് ടു. എല്ലാ ഡ്രില്ലിലും നമുക്ക് ചക്കി ഉണ്ടാവില്ലേ, ചക്കി എന്തിനാണ് ഉപയോഗിക്കുക? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾ. ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് കേട്ടോ. ഏതാണ് വരിക? ടൈറ്റൻ ദി ജോ എറൗണ്ട് ദി ബിറ്റ്. ബിറ്റിന് മുകളിൽ എന്തുണ്ടാവും, 3 ജോ ഉണ്ടാവും അല്ലേ. 1 2 3 120 ഡിഗ്രിയിൽ 3 ജോ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ഡ്രിൽ ബിറ്റ് എന്ത് ചെയ്യാണ്, അത് ഇറക്കി വെക്കുക ചെയ്യുക. ഡ്രിൽ ബിറ്റ് ഇറക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചക്കി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ചക്കിൻ്റെ ടീത്തിൽ എന്ത് ചെയ്യും, ഏത് ഗിയറാണ് ഇപ്പോൾ അത് വരിക, അയ്യോ സോറി ഞാൻ മറന്നാണ്. അത് 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൗൺ വീലും പിനിയൺ ബിവൽ പിനിയണും, അതെ ബിവൽ പിനിയണും ക്രൗൺ വീനുമാണ് വരിക. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അത് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ 3 ജോ ഉണ്ടല്ലോ അങ്ങനെ അടുത്തടുത്ത് വരും. 3 ജോ അടുത്തടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡ്രിൽ ബിറ്റിനെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഓക്കെ ആണോ? 30ാമത്തെ ചോദ്യം. എ പവർ ഡ്രിൽ ഫോർ വുഡ് വർക്കിംഗ് ഷുഡ് ബി വേരിയബിൾ സ്പീഡ് ആൻഡ് എ പവർ ഡ്രിൽ എന്ന് പറയുമ്പോൾ വുഡ് വർക്കിംഗ് ഷുഡ് ബി വേരിയബിൾ സ്പീഡും ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക, കോഡ്ലെസ് ആണോ? പവർ ഡ്രിൽ കോഡ്ലെസ് ആണോ? ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കും. കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഞാൻ പറഞ്ഞില്ലേ റിവേഴ്സിബിൾ ആണല്ലേ. റിവേഴ്സിബിൾ പവർ ഡ്രിൽ മാത്രമല്ലോ, ഇപ്പോൾ വരുന്ന ഹാൻഡ് ഡ്രില്ലിന് റിവേഴ്സിബിൾ ഉണ്ട്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കുക. ബിഫോർ പ്ലെയിനിങ് ഇൻസ്പെക്ട് ദി സർഫസ് ഫോർ. പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്ലെയിനിങ് പഠിച്ചില്ല, പ്ലെയിനിങ് പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പറയേണ്ടത്. നമ്മൾ പഠിച്ചത് പ്ലെയിൻസ് മാത്രമാണ്, പ്ലെയിനിങ് ഓപ്പറേഷൻ പഠിച്ചിട്ടില്ല. ജാക്ക് പ്ലെയിന് അതുപോലത്തെ കുറച്ച് 8ഓളം മെറ്റൽ ജാക്ക് പ്ലെയിൻ, 8ാമത്തെ വരുന്ന മെറ്റൽ ജാക്ക് പ്ലെയിനാണ്, അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിനാണ്. അപ്പോൾ ജാക്ക് പ്ലെയിൻ എന്ത് ചെയ്യും, ഫോർവേഡ് സ്ട്രോക്കിലാണ് പ്ലെയിൻ ചെയ്യുക അല്ലേ, അങ്ങോട്ട് തള്ളുമ്പോഴാണ് എന്ത് ചെയ്യുക, പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് റിവേഴ്സ് നമ്മൾ എന്താ എടുക്കുക, അങ്ങോട്ട് പൊന്തിച്ചിട്ട് എടുക്കുക. അപ്പോൾ പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ നമ്മൾ പലകയുടെ സർഫസ്, പലകയുടെ മുകളിൽ എന്തിനാണ് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പൊടി ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? പൊടിയൊന്നൊരു വിഷയമല്ല അല്ലേ. കറക്റ്റ് ഡയമെൻഷനാണ് നോക്കണോ. കറക്റ്റ് ഡയമെൻഷൻ ആണെങ്കിൽ നമ്മളവിടെ പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പ്ലെയിൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫിനിഷസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് വളഞ്ഞിട്ടാണോ പൊളഞ്ഞിട്ടാണോ ഒക്കെ നോക്കണം. വാർപ്പുണ്ടോ എന്ന് നോക്കണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 32 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റെക്കമെൻഡ് ഫോർ പ്ലെയിനിങ് അതിന് ഫുള്ള് പ്ലെയിനിങ്ങിൻ്റെ തോന്നുന്നു കേട്ടോ, അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. പ്ലെയിനിങ്ങിൽ റെക്കമെൻഡ് ചെയ്യാത്തത് ഇതെന്ന് ചോദിക്കുന്നത്. ഇഫ് യു ആർ റൈറ്റ് ഹാൻഡ് ഗ്രാസ്പ് ദി നോബ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്. നമ്മൾ ഇന്നലെ 2-3 പ്ലെയിൻസ് പഠിച്ചില്ലേ, 2-3 അല്ല 8 പഠിച്ചു. ചില പ്ലെയിൻ്റെ അവിടെ ഒരു നോബ് ഉണ്ടല്ലേ, മെറ്റൽ ജാക്ക് പ്ലെയിൻ്റെ അവിടെ നോബ് ഉണ്ട്, ഇവിടെ ഹാൻഡിലുണ്ടല്ലേ. അപ്പോൾ ഞാൻ വലത്ത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഹാൻഡിലുണ്ട് കേട്ടോ, അതായത് ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, എനിക്ക് വരക്കാൻ വയ്ക്കുന്നില്ല, ഇവിടെ ഒരു ഹാൻഡിലിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഈ ഹാൻഡിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഹാൻഡിൽ ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് വെക്കും. എന്നിട്ട് എൻ്റെ ഇടത് കൈ ഉണ്ടല്ലോ, ഇടത് കൈ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇഫ് യു ആർ റൈറ്റ് ഹാൻഡ് ഗ്രാസ് ദി നോബ് വിത്ത് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഓപ്ഷൻ എ സിമ്പിൾ അല്ലേ.
ശരിയല്ലേ? അത് കറക്റ്റാണ്. അപ്പോൾ നോട്ട് റെക്കമെൻഡഡ് ആണ് കേട്ടോ. ലിഫ്റ്റ് ദി പ്ലെയിൻ ഓഫ് ദി ബോർഡ് ഓൺ ദി റിട്ടേൺ സ്ട്രോക്ക്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്ട്രോക്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തള്ളുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇത് ഷേവ് ചെയ്തെടുക്കുക, ഇത് ഷേവ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ എന്ത് ചെയ്യില്ല, ഷേവ് ചെയ്യില്ല, കാരണം ഇതിൻ്റെ ആംഗിൾ ഉണ്ട്. കട്ടിങ് ആയാണ് എങ്ങനെ കൊടുക്കുന്നത്, കട്ടിങ് ആണ് ഇത് എങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് സ്ട്രോക്കിൽ കട്ട് ചെയ്യാൻ ഇതിനെ കൊണ്ട് കഴിയില്ല. നമ്മൾ പ്ലെയിനിങ് മെഷീൻ്റെ പോലെ തന്നെ. അപ്പോൾ റിവേഴ്സ് സ്ട്രോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പൊന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കും ഗുണമാണ്, ആ പലകൾക്കും ഗുണമാണ്, പ്ലെയിനിലും ഗുണമാണ്. ഓക്കെ ആണോ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റാണ്. റിട്ടേൺ സ്റ്റോക്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മൾ പണ്ടത്തെ ആശാരിമാർ ചെയ്യണുണ്ടല്ലേ, ഒരു മുന്നിക്ക് തള്ളും, എന്നിട്ട് പിന്നിക്ക് എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ആൾ കൈയെടുക്കും, മറ്റേ ആൾ എന്ത് ചെയ്യും, പൊന്തിച്ചെടുക്കും. കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. അപ്പോൾ സി നോക്കി നോക്കാം. ആൾവേസ് ഹിറ്റ് ദി ടൂൾ സ്ക്വയർ, ഒരു മിനിറ്റ്, സോറി, ആൾവേസ് പ്ലെയിൻ വിത്ത് ദി ഗ്രെയിൻ. ആൾവേസ് പ്ലെയിൻ വിത്ത് ദി ഗ്രെയിൻ, അത് ഗ്രെയിൻസിൻ്റെ ഇതിലാണോ പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇതാണ് അത്, അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ പലക ഉണ്ട് കരുതിക്കോളും, ഇവിടെ പലക ഉണ്ട്, എൻ്റെ തേക്കിൻ്റെ പലയാണെന്ന് കരുതിക്കോ. ഇപ്പോൾ ഇങ്ങനെ ഗ്രെയിൻസ് ഉണ്ട്, നമ്മുടെ കാതലിൻ്റെ കണ്ണൊക്കെ അവിടെ ഉണ്ട് കരുതിക്കോ, കാതലിൻ്റെ കണ്ണെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനെ ക്രോസായിട്ട് ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല, പ്ലെയിൻ ചെയ്യില്ല. ഞാനെങ്ങനെ പ്ലെയിൻ ചെയ്യുള്ളൂ, ഇങ്ങനെ അലോങ് ദി ഗ്രെയിനായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 3 ആൻസറും കറക്റ്റാണ്. എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, സി കറക്റ്റ്. അപ്പോൾ ഏതാണ് ആൻസർ? നൺ ഓഫ് ദി അബവ് ആണ് നോട്ട് റെക്കമെൻഡഡ്. ബാക്കിയെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അയ്യോ സോറി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 33. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റെക്കമെൻഡ് ഓഫ് അടുത്ത ചിസലിംഗ് ആട്ടോ. അപ്പോൾ പ്ലെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പ്ലെയിനിങ്ങിൽ നമ്മൾ പ്ലെയിനിങ് ഓപ്പറേഷൻ എടുത്തിട്ടില്ല കേട്ടോ, പ്ലെയിനിൻ്റെ പ്ലെയിൻസാണ് നമ്മൾ എടുത്തത്. അതുപോലെ ചിസലിംഗ് എടുത്തിട്ടില്ല, ചിസലിങ്ങിൻ്റെ ചിസൽസാണ് പഠിച്ചത് അല്ലേ. അതും സ്പെഷ്യൽ ചിസൽസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ നോക്കും, എല്ലാ ബുക്കും കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് മിക്കവാറും എനിക്ക് ഷീറ്റ് മെറ്റൽ ഉണ്ട്, പമ്പ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഡീസൽ മെക്കാനിക് ഉണ്ട്. ഡീസൽ മെക്കാനിക്കിനൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാർപ്പൻറ്ററി എന്തായാലും ഇങ്ങനെ പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 33 ചിസലിങ്ങിനെ റെക്കമെൻഡ് ചെയ്യാത്തത്. സെക്യൂർ ദി വർക്ക് പീസ് വിത്ത് ക്ലാമ്പ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ, എന്താ തെറിച്ച് പോകും, തെന്നിപ്പോവും, ഉളിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂറായിട്ട് ക്ലാമ്പ് ചെയ്യണം. അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കും നിങ്ങൾ. കീപ് ദി ചിസൽ ക്ലോസ് ടു യുവർ ബോഡി. അയ്യോ, അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല, ക്ലോസ് ടു യുവർ ബോഡി അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഏതാ ആൻസർ? ഏതാ? ബി ആണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ആൾവേസ് ഹിറ്റ് ദി ടൂൾ സ്ക്വയർലി ഓൺ ടോപ്പ് ഓഫ് ദി ഹാൻഡിൽ. ഹാൻഡിലിൻ്റെ സൈഡിലൊന്നും കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, ചേരിച്ചിട്ടൊന്നും അടിക്കാൻ പറ്റില്ല. നേരെ സ്ക്വയറിലാണ് എന്ത് ചെയ്യുക, അടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ചിസൽ നമ്മളെ കൈ കൊണ്ട് പിടിച്ചിക്കണമെന്നുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യും, ചിസൽ ചെരിയാൻ പോകും. പിന്നെ ചിസലിൻ്റെ ഹെഡ് മഷ്റൂം ഹെഡാവും. ഇനി അടുത്തത്, നെവർ അലോ ദി എഡ്ജ് ടു ടച്ച് അതർ ടൂൾസ്. അതെ, ഉള്ളിയുടെ അറ്റം വേറെ ടൂളിന് ടച്ച് ചെയ്ത് എന്ത് ചെയ്യും, 2 ടൂളിന് കേടുപാട് വരും. 34. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ് കേട്ടോ. 34. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റെക്കമെൻഡ് ഫോർ സാൻഡിങ്. സാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാൻഡർ ഉപയോഗിച്ചിട്ട് മിനുസപ്പെടുത്തൂല. സാൻഡിങ് ഓപ്പറേഷനിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത്, ആൾവേസ് സാൻഡ് അഗേൻസ്റ്റ് ദി ഗ്രെയിനി. നോക്കിയാട്ടോ, നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കും. ടേക്ക് കെയർ ടു പ്രിവെൻറ്റ് റൗണ്ട് കോർണേഴ്സ്, സാൻഡ് എൻഡ് ഗ്രെയിൻ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, നെവർ യൂസ് എ കോഴ്സർ ഗ്രിറ്റ് ദാൻ നെസറി. നമ്മൾ ഉപയോഗിക്കുന്ന വട്ടത്തിലുള്ള സാൻഡ് പേപ്പറിൻ്റെ ഗ്രെയിൻസ് ആണ്, ആ നമ്പറാണ് ഗ്രിറ്റ് സൈസ്. ഇത് ഗ്രിറ്റ് സൈസ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടും. ആദ്യം നമ്മളിട്ട് 60 ആണ്, പിന്നെ നമ്മൾ 80 ഇടും, പിന്നെ 120 ഇടും, പിന്നെ 120 ഇട്ടിന് 180 ഇടും, പിന്നെ 320 ഇടും, അങ്ങനെ ഇടുക. ഇപ്പോൾ ഏറ്റവും ഫൈനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും മിനുസുള്ളത് ലാസ്റ്റ് ഇടുക. 320 ഏറ്റവും ലാസ്റ്റ് ഇടുക. അപ്പോൾ ഈ സാൻഡിങ് ഓപ്പറേഷനിൽ നിങ്ങൾ പലക സാൻഡ് അടിക്കണമെന്നില്ലേ, ആ ഓപ്പറേഷനിൽ റെക്കമെൻഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കുന്നത്. അതാണ് കറക്റ്റ് ആപ്ഷൻ ഏതാ? ഇതാട്ടോ, ഏതെന്നാണ്. അതും നമ്മൾ പറഞ്ഞു, പലക ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അതിൽ തേക്കിൻ്റെ ഗ്രെയിൻസ് വരച്ചാൽ അലോങ് ദി ഗ്രെയിനാണ് എന്ത് ചെയ്യുക, അവർ ഗ്രെയിൻ സാൻഡ് ചെയ്യുക. ബാക്കിയെല്ലാം ടേക്ക് ടു പ്രിവെൻറ്റ് റൗണ്ട് കോർണേഴ്സിൻ്റെ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, പ്രിവെൻഷൻ എടുക്കണം. പിന്നെ സാൻഡ് എൻഡ് ഗ്രെയിൻ ഇൻ ഓൺലി, ഇത് വളരെ ഈ സി കറക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെവർ യൂസ് വിത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഇപ്പോൾ എനിക്ക് വേണ്ടത്, എനിക്ക് അത്യാവശ്യം നല്ല മിനുസുള്ള പലകയാണ്, എൻ്റെ പലക അത്യാവശ്യം മിനുസുള്ള. ഇനി എനിക്ക് ലാസ്റ്റ് ഒന്നുകൂടി മിനുസാക്കണം. അതിൽ 60 ഉണ്ട്, 320 ഉണ്ട്, 80 ഉണ്ട്. എനിക്ക് 320 പേപ്പർ ആണത്. 60 ഇട്ടാൽ എന്ത് ചെയ്യും, ഇവിടെ പിന്നെ വരകൾ വീഴും, വരകളെല്ലാം ഒന്നുകൂടി ഹാർഡാകും മാറുക. അപ്പോൾ ഒരിക്കലും നെസറി ആവശ്യമുള്ളതിനേക്കാട്ടിലും വലിയ കോഴ്സ് ഗ്രിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം. ഇനി അടുത്ത 35 35 നിങ്ങൾ നോക്കി നോക്കും. 35 നോക്കി നോക്കും.
വെൻ ഓപ്പറേറ്റിംഗ് എ പോർട്ടബിൾ പവർ സ്റ്റാൻഡർ, നമ്മൾ സാധാരണ എല്ലാ ആശാരിപ്പേട്ടയിലും ഈ പോർട്ടബിൾ പവർ സ്റ്റാൻഡറാണ് ഉപയോഗിക്കുക. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദി അബ്രാസീവ് ബെൽറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. അത് 2 ടൈപ്പിലുള്ള റോട്ടറി ഉണ്ട്, പിന്നെ അബ്രാസീവ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് കേട്ടോ. രണ്ടും നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ചിലവർ കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. ഇനി അടുത്തത്, അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ അബ്രാസീവ് ബെൽറ്റ് തേഞ്ഞ് എന്ത് ചെയ്യും, സാധനം പൊട്ടും. പിന്നെ നമുക്ക് ഈ വെറുതെ നമ്മൾ എടുക്കുന്ന വർക്കൊക്കെ വേസ്റ്റാണ്. പിന്നെ അടുത്തത് വിയർ ഗോഗിൾസ് ഓഫ് ഫേസ് ഷീൽഡ്, ബി കറക്റ്റാണ്. സ്റ്റാർട്ട് ദി ടൂൾ എബോവ് ദി വർക്ക് ഫേസ്, എല്ലാം കറക്റ്റാണ് കേട്ടോ. 35 ഏതാണ് ആൻസർ വരിക? ഡി ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡൗട്ട് വരിക. നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക. ഓക്കെ ആണോ? അത് ഇതിപ്പോൾ എവിടെ ഇപ്പോൾ വരക്കാമെന്ന് ചോദിച്ചിട്ടുള്ള പ്രശ്നം. ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ബെൽറ്റ് സ്റ്റാൻഡറിൻ്റെ ചിത്രം കാണിച്ചു തരാം. നമുക്ക് റോട്ടറി സ്റ്റാൻഡർ ഉണ്ട്, ബെൽറ്റ് സ്റ്റാൻഡർ ഉണ്ട് കേട്ടോ. അതിൽ ഇതുണ്ടോ, പിന്നെ ബെൽറ്റ് വെച്ചിട്ടുള്ള ചിത്രം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി. പോർട്ടബിൾ ആയിട്ടുള്ള ബെൽറ്റ് സ്റ്റാൻഡർ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ്. ഈ സ്റ്റാൻഡർ ഉണ്ടല്ലോ, ഇതാണ് ഗ്രിറ്റ്. ഇത് 80ൻ്റെ ഗ്രിറ്റാണെന്ന് കണ്ടാൽ തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, ഇത് ഒരു ബെൽറ്റ് പോലെ, നമ്മുടെ ടാങ്കിൻ്റെ, യുദ്ധ ടാങ്കിൻ്റെ ഒക്കെ ബെൽറ്റ് പോലെയാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓണാക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബെൽറ്റ് ഇങ്ങനെ കടന്ന് കറങ്ങുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയിമെന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് അയിമങ്ങനെ വരുത്തും. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്ത് ചെയ്യണം, നമ്മൾ നല്ല പോലെ നോക്കണം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 36, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 36, ബട്ട് ജോയിൻ്റ് ആർ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗദർ ദി എഡ്ജ് എൻഡ് ഓർ ഫേസ് ഓർ സർഫസ്. അല്ലേ, ഒരു പീസിൻ്റെ എഡ്ജോ ഫേസോ ഒക്കെ എന്ത് ചെയ്യും നമ്മൾ നേരെ മറ്റേതിൻ്റെ എഡ്ജിലേക്കോ ഫേസിലേക്കോ ഒക്കെ വെക്കും. സിമ്പിൾ ചോദ്യം അല്ലേ? 36 സിമ്പിൾ ചോദ്യമാണ്. ഏതാണ് 36? ഏതായിരിക്കും? അതെ, എൻഡ് ആണെങ്കിൽ മറ്റേതിൻ്റെ എൻഡിനോട്, എഡ്ജ് ആണെങ്കിൽ മറ്റേതിൻ്റെ എഡ്ജിനോട്, മറ്റേതിൻ്റെ ഫേസ് ആണെങ്കിൽ മറ്റേതിൻ്റെ ഫേസിനോട്. ഏത് ആൻസർ വരിക? അതാണ് ബഡ് ജോയിൻറ്റ് ചേർത്ത് വെക്കുന്ന ജോയിൻറ്റ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കണം. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മൾ ജോയിൻറ്റും, അതുപോലെ തന്നെ നമ്മുടെ വുഡിൻ്റെ സോയ് മെത്തേഡ്. നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന 2 ടോപ്പിക്കാണ്, പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ 2 ടോപ്പിക്കാണ് ഈ 2 ടോപ്പിക്ക്. വളരെ വളരെ സിമ്പിളാണ് പഠിക്കാൻ, പക്ഷേ പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടൊന്ന് മനപ്പാടാക്കി വെക്കുക. 37ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദി 2 മെയിൻ ടൈപ്പ് ഓഫ് ബഡ് ജോയിൻറ്റ് ഇൻക്ലൂഡ് എഡ്ജ് ബഡ് ജോയിൻറ്റും ആൻഡ്. മെയിൻ ടൈപ്പ് ഏതാണ്? ഒന്ന് എഡ്ജ് ആണെങ്കിൽ മറ്റേതായിരിക്കും, എൻഡ് ബഡ് ജോയിൻ്റ് ആണ് കേട്ടോ. എ ആണ് കറക്റ്റ് ആൻസർ. 37 എ ആണ് ആൻസർ. ഒന്ന് എഡ്ജ്, ഒന്ന് ഏതാണ്, എൻഡ്. 38, ബഡ് ജോയിൻറ്റ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് യൂസിങ് കോർണർ ബ്ലോക്ക്, ബിസ്ക്കറ്റ്സ്, ഡബിൾസ് ഓർ. ഇത് ബഡ് ജോയിൻറ്റ് എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യാമെന്ന് ചോദിച്ചു. അതെന്ത് എങ്ങനെയൊക്കെയാണോ, ആണി അടിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ടൈപ്പ് വെക്കാൻ പറ്റുമോ? സ്ട്രാപ്പ്, മെറ്റൽ ഫാസ്റ്റനേഴ്സ്, ജോയിൻറ്റ്സ് എന്നാണ് ആൻസർ. ഏതാണ് ആണി അടിക്കൂലേ, മെറ്റൽ ഫാസ്റ്റനേഴ്സ് അടിക്കൂലേ. 39, ബിസ്ക്കറ്റ്സ് ആർ മെയ്ഡ് ഫ്രം കംപ്രസ്ഡ്. എന്തുകൊണ്ടാണ് ബിസ്ക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. 39 ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. ഏതാ വരിക? ബീച്ച് വുഡാണ് വരിക. 40, വെൻ മേക്കിംഗ് ബിസ്ക്കറ്റ് ജോയിൻറ്റ് ദി സ്ലോട്ട് ഷുഡ് ബി സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ദി ബിസ്ക്കറ്റ് ടു അലോ. എന്തിനാണ് കുറച്ചും കൂടി അതിന് നീളം കൂട്ടുന്നതെന്ന്. എന്തിനാ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ അതിൻ്റെ എക്സ്പാൻഷനും അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ, പാഡിങ്ങിന് വേണ്ടിയിട്ടാണോ, കംപ്രഷന് വേണ്ടിയിട്ടാണോ? 40ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിക്കവാറും റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തുള്ളത്. എന്താണ്, അതിന് അഡ്ജസ്റ്റ്മെൻറ്റിനും എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് കുറച്ചും കൂടി സ്ലൈറ്റ്ലി ലെങ്ത് ആക്കി കൊടുക്കണം കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 41, ഡോൾ സെൻറ്റേഴ്സ് ആർ. ഡോൾ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ മെറ്റൽ പിൻസ് യൂസ് ഫോർ മാർക്കിന് വേണ്ടി ഉപയോഗിക്കണതാണോ, അതോ ദി വുഡൻ കോഴ്സ് ഓഫ് ഡബൽ റോഡ്സ് ആണോ, പീസ് ഓഫ് ഡബൽ റോഡ് യൂസ് ഫോർ സ്ട്രെങ്തൻ ജോയിൻ്റ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഡബൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. എന്താണ് ഡബൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതല്ല കേട്ടോ, സി അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? എ ആണ്. നിങ്ങൾ 40, 41 ഒന്ന് പഠിച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞത് അത്യാവശ്യം മീഡിയം ലെവലിനെക്കാട്ടിലും മുകളിലുള്ള
ഓപ്ഷൻസും ചോദ്യങ്ങളുമാണ് ഈ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ള ഈ PDF നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. 41 ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ? സ്മാൾ മെറ്റൽ പിൻസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ്. ഏതാണ്? ഡവൽ സെൻറ്റേഴ്സ്. ഇനി 42 വെൻ യൂസിങ് ഡവൽസ് ടു സ്ട്രെങ്തൻ ജോയിൻറ്റ് ദയർ ഡയാമീറ്റർ ഷുഡ് ബി നെവർ ബി മോർ ദാൻ ദി തിക്നെസ് ഡാഷ് തിക്നെസ്. നമ്മൾ ഡവൽസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തിനനുസരിച്ചിട്ട് കൂടാൻ പറ്റില്ല, തിക്നെസ്സിനനുസരിച്ചിട്ട് എത്ര കൂടാൻ പറ്റില്ല എന്ന്. ഹാഫ് ആണോ, ട്വൈസ് ആണോ, 1/4 ആണോ, 3/4 ആണോ? 42ാമത്തെ ചോദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക കേട്ടോ. 42ഉം റാങ്ക് മേക്കിംഗ് ആണ്, റിപ്പീറ്റ് അടിക്കാൻ ചോദ്യം ഇതുണ്ട്. ഏതാണ്? ഹാഫ് ദി തിക്നെസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 43ാമത്തെ ചോദ്യം നോക്കാം. വെൻ മേക്കിംഗ് എ ഡബൽ ജോയിൻറ്റ് ഇൻ എ ഫ്രെയിം യൂസ് ഡാഷ് ടു ലൊക്കേറ്റ് ദി ഡബൽസ് ഓൺ ദി ഫേസ് സർഫസ്. നമ്മൾ ജോയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു ഫ്രെയിമിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക? ഗോയിജ് ആണോ, സ്ട്രൈറ്റ് എഡ്ജ് ആണോ, ട്രൈ സ്ക്വയർ ആണോ, ടേപ്പ് മെഷർ ആണോ? സിമ്പിൾ ചോദ്യമാണ്. ഏതാണ് ഉപയോഗിക്കുക? ട്രൈ സ്ക്വയർ ഉപയോഗിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അവരൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വേറൊരു വീഡിയോയിൽ നോക്കാം. 43 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിന് കുറച്ച് സപ്പോർട്ടിങ് ഇമേജസ് വേണം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാം. ഇന്നിനി ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അത്യാവശ്യം നമുക്ക് സമയമുണ്ട്. ആദ്യം ട്രേഡ്സ്മാൻ കാർപ്പൻറ്ററി എഴുതിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. പക്ഷേ റിവൈസ് ചെയ്താൽ അവർക്ക് മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ജോയിൻറ്റിൻ്റെ പേരുകൾ, അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതുപോലത്തെ സൈസുകൾ, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2 ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതും നമ്മൾ നോക്കും. പിന്നെ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഐഡിയ, നമ്മളെങ്ങനെ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് റിവൈസ് ചെയ്യും, ജസ്റ്റ് വായിച്ചു നോക്കും. എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമ്മൾ